ബ്രസീലിലെ ഒരു ചെറിയ പട്ടണം സെറിന ഡോസ് പിന്റോസ്. ഇവിടുത്തെ കുടുംബങ്ങൾ വർഷങ്ങളായി തങ്ങളുടെ കുട്ടികൾക്ക് നടക്കാനുള്ള കഴിവ് പതുക്കെ പതുക്കെ നഷ്ടപ്പെടുന്നത് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ആർക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്ന് അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു 20 വർഷത്തെ ഗവേഷണത്തിന്റെ ഫലമായി ഈ ഒരു ഗ്രാമത്തിന് ഉത്തരം ലഭിച്ചു. സ്പോൺ സിൻഡ്രോം എന്ന ജനിതക വൈകല്യം. സെറിന ഡോസ് പിന്റോസ് ഗ്രാമത്തെ ബാധിക്കുന്ന ജനിതക വൈകല്യമായ സ്പോൺ സിൻഡ്രോം എന്താണ്? ബ്രസീലിന്റെ വടക്കു കിഴക്കൻ ഭാഗത്തുള്ള സെറിന ഡോസ് പിന്റോസിൽ കുട്ടികൾ സാധാരണ പോലെ വളരും. എന്നാൽ അവർ കൗമാരത്തിലെത്തുമ്പോഴേക്കും എന്തോ മാറ്റം വരാൻ തുടങ്ങി. അവരുടെ കാലുകൾ ദുർബലമായി. മറ്റു ചിലർക്ക് കൈകൾ ചലിപ്പിക്കാൻ പോലും കഴിയില്ല. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നതെന്ന് കുടുംബങ്ങൾക്ക് ഒരു ധാരണയുമില്ലായിരുന്നു. തലമുറയായി എന്തോ കുഴപ്പമുണ്ടെന്ന ആശങ്ക വർദ്ധിച്ചു. ഹൃദയഭേദകമായ ഈ അവസ്ഥ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെയാണ് സിൽവാന സാന്റോസ് ഗ്രാമത്തിലേക്ക് വരുന്നത്. ബ്രസീലിലെ സാവോ പോളോയിൽ നിന്നുള്ള ഒരു ജീവശാസ്ത്രജ്ഞയും അതുപോലെ ജനിതക ശാസ്ത്രജ്ഞയുമായ സിൽവാന ആദ്യമായി ഗ്രാമത്തിലെത്തിയത് 20 വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു ചെറിയ അന്വേഷണത്തിൽ തുടങ്ങിയത് പതുക്കെ വളരെ വലിയ ഒന്നായി മാറുകയായിരുന്നു. വർഷങ്ങളുടെ ഗവേഷണം, DNA സാമ്പിളുകളുടെ ശേഖരണവും നിരീക്ഷണവും, നിരവധി കുടുംബങ്ങളുമായുള്ള അഭിമുഖങ്ങൾ, അങ്ങനെ വലിയൊരു പ്രോസസ്സായി. ഒടുവിൽ സിൽവാന അതെല്ലാം ഒരുമിച്ച് ചേർത്തു. ആ നിഗൂഢ രോഗത്തിന് ഒരു പേരുണ്ടായിരുന്നു: സ്പോൺ സിൻഡ്രോം. ഒരു ജനിതക മാറ്റം മൂലമുണ്ടാകുന്ന ഈ സിൻഡ്രോം ക്രമേണ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുകയും കാലക്രമേണ ശരീരത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. മിക്ക കേസുകളിലും 50 വയസ്സാകുമ്പോഴേക്കും ഈ ഒരു വ്യക്തി പൂർണ്ണമായും ഈ അവസ്ഥയ്ക്ക് അടിമയായി മാറുന്നു. സിൽവാനയുടെ കണ്ടുപിടുത്തം ശരിക്കും വിപ്ലവകരമായിരുന്നു. ലോകത്ത് ഈ രോഗം ആദ്യമായി കണ്ടെത്തി. സെറിന ഡോസ് പിന്റോസിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കണ്ടുപിടുത്തം അവരുടെ ജീവിതത്തെയും മാറ്റിമറിച്ചു. അപ്പോൾ സ്പോൺ സിൻഡ്രോം എന്താണ്? എന്തുകൊണ്ടാണ് ഈ ഒരു ബ്രസീലിയൻ പട്ടണത്തിൽ ഇത്രയും അധികം ആളുകളെ ഇത് ബാധിച്ചിരിക്കുന്നത്? പരിശോധിക്കാം. സിൽവാന സാന്റോസ് ആദ്യമായി സെറിന ഡോസ് പിന്റോസിൽ എത്തിയപ്പോൾ സമൃദ്ധമായ പ്രകൃതി ദൃശ്യങ്ങളും പർവ്വത കാഴ്ചകളും മാത്രമല്ല, എല്ലാവരും എത്രത്തോളം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നതുമൊക്കെ കാരണം അത് സ്വന്തമായ ഒരു ലോകത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന പോലെ ആയിരുന്നു എന്ന് സിൽവാന പറഞ്ഞിട്ടുണ്ട്. സിൽവാന കൂടുതൽ ആ ഗ്രാമത്തെ അറിയാൻ ശ്രമിച്ചു. നാട്ടുകാരുമായി സംസാരിച്ചു. അങ്ങനെ സെറിന ഡോസ് പിന്റോസിൽ കസിൻസ് തമ്മിലുള്ള വിവാഹങ്ങൾ എത്രത്തോളം സാധാരണമാണെന്ന് അവൾക്ക് മനസ്സിലായി. അത്ഭുതപ്പെട്ടു. 5000-ലധികം ആളുകളുള്ള പിന്റോസ് തലമുറകളായി ഒറ്റപ്പെട്ട നിലയിലാണ്. അകത്തേക്കോ പുറത്തേക്കോ യാതൊരു ചലനവുമില്ല. തൽഫലമായി കസിൻ വിവാഹങ്ങൾ സാമൂഹികമായി അംഗീകരിക്കപ്പെട്ടതും ശ്രദ്ധേയമാം വിധം സാധാരണവുമായി ഇവിടെ. 2010-ൽ സിൽവാനയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പഠനം വെളിപ്പെടുത്തിയത് സെറിനയിലെ ദമ്പതികളിൽ 30%-ലധികം പേർക്കും രക്തബന്ധമുണ്ടെന്നാണ്. BBC-യുടെ കണക്കനുസരിച്ച് ആ ദമ്പതികളിൽ 1/3 പേരുടെ കുറഞ്ഞത് ഒരു കുട്ടിയെങ്കിലും വൈകല്യത്തോടെ ജീവിക്കുന്നുവെന്നാണ്. ഒരു പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ ആഗോളതലത്തിൽ കസിൻ വിവാഹങ്ങൾ എല്ലാ യൂണിയനുകളിലും ഏകദേശം 10%. എന്നാൽ സംഖ്യകൾ വളരെ വ്യത്യസ്തമാണ്. പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിരക്ക് 50%-ൽ കൂടുതലാണ്. ഇതിന് വിപരീതമായി US, റഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത് 1%-ൽ താഴെയാണ്. ബ്രസീലിൽ മൊത്തത്തിൽ ഇത് 1 മുതൽ 4%-നും ഇടയിലാണ്. കസിൻസിന് ജനിക്കുന്ന മിക്ക കുട്ടികളും പൂർണ്ണമായും ആരോഗ്യവാന്മാരാണെങ്കിലും മാതാപിതാക്കൾ രണ്ടുപേരും ഒരേ DNA പങ്കിടുന്ന പശ്ചാത്തലത്തിൽ അപൂർവമായ പാരമ്പര്യ വൈകല്യങ്ങൾ പകരാനുള്ള സാധ്യത ഇരട്ടിയാകുമെന്ന് ജനിതക ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. ദമ്പതികൾക്ക് രക്തബന്ധമില്ലെങ്കിൽ അപൂർവ ജനിതക വൈകല്യമുള്ള കുട്ടി ഉണ്ടാകാനുള്ള സാധ്യത ഏകദേശം 2 മുതൽ 3%. എന്നാൽ കസിൻസിന് ആകുന്ന കേസിൽ ഇത് 5 മുതൽ 6%-മായി അപകട സാധ്യത ഉയരുന്നു എന്നാണ് ഫെഡറൽ യൂണിവേഴ്സിറ്റി ഓഫ് റിയോ ഗ്രാൻഡെ ഡോ സുലിലെ ജനിതക ശാസ്ത്രജ്ഞനായ ലുസിവാൻ കോസ്റ്റാറീസ് വിശദീകരിക്കുന്നത്. സിൽവാന സാന്റോസിന്റെ വളരെ ലളിതമായ ഒരു ഗവേഷണ യാത്ര വളരെ പെട്ടെന്ന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമായി മാറി. സാവോപോളയിൽ നിന്ന് സെറിന ഡോസ് പിന്റോസിലേക്കുള്ള 2000 കിലോമീറ്റർ ദൂരം സിൽവാന എണ്ണാൻ കഴിയുന്നതിലും കൂടുതൽ തവണ പോയിട്ടുണ്ട്. വാതിലുകളിൽ മുട്ടി, DNA സാമ്പിളുകൾ ശേഖരിച്ചു, കുടുംബങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചു, കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. പതുക്കെ ആ പസിലുകളൊക്കെ ഒരുമിച്ച് ചേർത്തു. 2005 ആയപ്പോഴേക്കും സ്പോൺ സിൻഡ്രോം വിവരിക്കുന്ന ആദ്യത്തെ ശാസ്ത്രീയ പ്രബന്ധം സിൽവാനയുടെ സംഘം പ്രസിദ്ധീകരിച്ചു. അതൊരു വലിയ വഴിത്തിരിവായിരുന്നു. ഒരു ക്രോമസോമിൽ ഒരു ചെറിയ കുറവ് തലച്ചോറിലെ കോശങ്ങളിലെ ഒരു പ്രധാന പ്രോട്ടീന്റെ അമിത ഉൽപാദനത്തിലേക്ക് നയിക്കുന്നു. കാലക്രമേണ ആ അസന്തുലിതാവസ്ഥ ശരീരത്തിന്റെ നാഡീവ്യവസ്ഥയെ തകർക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗവേഷകരെ കൂടുതൽ ആകർഷിച്ചത് മറ്റൊരു ഫാക്ടറാണ്. ആ മ്യൂട്ടേഷന് എത്ര പഴക്കമുണ്ട് എന്നതിലാണ് അവരുടെ ആകർഷണം പോയത്. ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതായിരിക്കാം. സാന്റോസ് തന്നെ രൂപപ്പെടുന്നതിന് വളരെ മുൻപ് തന്നെയുള്ളതാവാം. സ്പോൺ രോഗികളുടെ DNA സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ പോർച്ചുഗീസ്, ഡച്ച്, സെഫാർഡിക് ജൂതവേരുകൾ തുടങ്ങിയ ശക്തമായ യൂറോപ്യൻ വംശപരമ്പര അവർ കണ്ടെത്തുകയും ചെയ്തു. ഇനിയുള്ള സംശയം ഇതാണ്: സ്പോൺ സിൻഡ്രോമിന് ഒരു ചികിത്സയുണ്ടോ എന്നുള്ളത്. സ്പോണിന് ചികിത്സയില്ല, ഇതുവരെയില്ല.
എന്നാൽ സിൽവാനയുടെ ഗവേഷണം പൊതുധാരണ മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഈ അവസ്ഥയുള്ള കുട്ടികളെ വികലാംഗർ എന്ന് മുദ്രകുത്തിയിരുന്നു. ഇപ്പോൾ ആളുകൾ അവരെക്കുറിച്ച് വ്യക്തതയോടെയും അനുകമ്പയോടെയും കൂടി സംസാരിക്കുന്നുണ്ട്. അവർക്ക് സ്പോൺ ഉണ്ടെന്ന് പറയുന്നു. ഇന്ന് സിൽവാന സാന്റോസ് സർക്കാർ പിന്തുണയുള്ള ഒരു സംരംഭത്തിന്റെ അംഗമാണ്. ബ്രസീലിലുടനീളം 5000-ഓളം ദമ്പതികളെ റിസസീവ് ജനറ്റിക് ഡിസീസസ്, അതായത് ജനിതക മാന്യ രോഗങ്ങൾക്കായുള്ള പരിശോധന നടത്തുന്ന ഒരു പദ്ധതിയാണിത്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ പിന്തുണയുള്ള ഈ ഒരു പദ്ധതി കസിൻ വിവാഹങ്ങൾ നിർത്തലാക്കാനല്ല ലക്ഷ്യമിടുന്നത്. പകരം കുടുംബങ്ങൾക്ക് ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള അറിവ് നൽകുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സെറനേഡ് പോലുള്ള കഥകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറായ സിൽവാന മെച്ചപ്പെട്ട ജനിതക പരിശോധനയ്ക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി വാദിക്കുന്നു.